നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രീൻഫീൽഡ് ഹൈവേ പ്രോജക്ട് ഉപേക്ഷിക്കപ്പെട്ടതായി സൂചന. കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ മൈക്കിൾ സിറ്റിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെയായി കടന്നുപോകുന്ന ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് തകർന്നിട്ട് നാളേറെയായിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി മൂവർ സംഘം പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രീൻഫീൽഡ് ഹൈവേ പ്രോജക്ട് ഉപേക്ഷിക്കപ്പെട്ടതായി സൂചന. കൊച്ചിയിൽ ആരംഭിച്ച് മൂവാറ്റുപുഴ നെടുങ്കണ്ടം വഴി തമിഴ്നാട്ടിലെ തേനിയിലെത്തുന്ന തരത്തിലായിരുന്നു പാത വിഭാവനം ചെയ്തത്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സാധ്യതാ പഠന നടപടികൾ പോലും നിർത്തിവെച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രൊജക്ട് പ്രഖ്യാപിച്ചത്. പാതയുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും അലൈൻമെന്റ് നിർണ്ണയിക്കുന്നതിനും മറ്റുമായി പ്രാഥമിക നടപടികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരുന്നു. നിലവിലെ പാതകളിലൂടെ അല്ലാതെ മലയോര മേഖലയിൽ പുതിയ പാത നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വൻ സാമ്പത്തിക ചെലവുണ്ടാകുന്നതിനാൽ DPR നടപടികൾ നിർത്തിവെച്ചതായാണ് നിലവിൽ ദേശീയപാത അതോറിറ്റി നൽകുന്ന വിശദീകരണം. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്ന പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടത്. 6 വരി പാത നമ്മുടെ ഹൈറേഞ്ചിന്റെ നാടിക്കല്ലായിട്ട് മാറേണ്ടതാണ്. നമ്മുടെ ഹൈറേഞ്ചുകാർക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പുതിയൊരു 6 വരി ഗ്രീൻ ഫീൽഡ് ഹൈവേ ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ അതിന്റെ DPR പ്രവർത്തനങ്ങൾ പോലും ഉപേക്ഷിച്ചതായിട്ടാണ് അവർ പറയുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചരക്ക് നീക്കവും ഗതാഗതവും കൂടുതൽ സുഗമമാക്കുന്നതിനൊപ്പം ഇടുക്കിയുടെ ടൂറിസം, സുഗന്ധവ്യഞ്ജന ചരക്ക് നീക്ക രംഗത്തും വൻ പ്രതീക്ഷയായിരുന്നു പദ്ധതി. ഗ്രീൻഫീൽഡ് ഹൈവേ പ്രൊജക്ടിലെ നിലവിലെ പ്രതിസന്ധികൾ നീക്കി നടപടികൾ പുനരാരംഭിക്കാൻ ഇടപെടലുണ്ടാവണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിൽ നിന്നായി 65 ടൺ റേഷനറി കാണാതായ സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടമലക്കുടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ നിന്നും റേഷനറി കാണാതായ വിവരം പുറത്തുവന്നത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിലായി 70 ടൺ റേഷനറി സ്റ്റോക്കുള്ളതായിട്ടായിരുന്നു രേഖകൾ കാണിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കടയിൽ സ്റ്റോക്കുള്ളതാകട്ടെ 5 ടൺ അരി മാത്രം. അതായത് 65 ടൺ അരി കാണാനില്ല. ഈ സംഭവത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടമലക്കുടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ നിന്നും റേഷൻ അരി കാണാതായ വിവരം പുറത്തുവന്നത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇടമലക്കുടിയിൽ വിതരണം ചെയ്യേണ്ട 65 ടൺ അരി കാണാതായെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. 1 മാസമായി ഇടമലക്കുടിയിൽ റേഷൻ ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പെട്ടിമുടി ഗോഡൌണിലും സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലും നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 21 വരെയുള്ള കണക്കുപ്രകാരമാണ് 65 ടൺ അരി നഷ്ടമായിരിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും റേഷനരി കാണാതായ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാകും സംഭവത്തിൽ തുടർ നടപടി സ്വീകരിക്കുകയെന്നും സബ് കളക്ടർ മൂന്നാറിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമ്മളടുത്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം അവിടേക്ക് നമ്മുടെ സപ്ലൈ ചെയ്തിട്ടുള്ള റേഷനരി അവിടെ എത്താത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് അവിടുത്തെ പ്രദേശവാസികളും എല്ലാം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് അവരുടെ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിൻ്റെ വിതരണം ഏറ്റെടുത്തിരുന്നത്. സോ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഓഡിറ്റ് പരാമർശമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം 2 ഡിപ്പാർട്ട്മെന്റും നടത്തുന്നുണ്ട്. ഇതിനകത്ത് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് തുടർച്ചയായിട്ട് ഉറപ്പായിട്ടും അത് ഒരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാം. അതിന് എപ്പോഴും നമുക്ക് ആ കണ്ടെത്തലുകളുടെ ബേസിസിൽ മാത്രമായിരിക്കും തീരുമാനം എടുക്കാൻ പറ്റും. കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ മൈക്കിൾ സിറ്റിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കല്ലുമാലിക്കൽ വീട്ടിൽ പാപ്പച്ചന്റെ മകൻ 26 വയസ്സുള്ള രാജനാണ് കുത്തേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം കഞ്ഞിക്കുഴിയിൽ അരങ്ങേറിയത്. കല്ലുമാലിക്ക വീട്ടിൽ രാജനാണ് കൊല്ലപ്പെട്ടത്. ബിന്ദുവും അയൽവാസിയുമായ അനൂപാണ് പ്രതി. വ്യാഴാഴ്ച രാത്രി 10:30 രാജന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. മരിച്ച രാജൻ ഉള്ളാട സമുദായത്തിൽപ്പെട്ടയാളാണ്. രാജൻ തടിപ്പണിക്കാരനാണ്. പ്രതിയായ അനൂപ് കഞ്ഞിക്കുഴിയിലെ ഒരു ചിക്കൻ സെന്ററിൽ ജോലി ചെയ്യുകയാണ്. ഇരുവരും അടുത്ത ബന്ധുക്കളുമാണ്. രാജന്റെ പിതാവിന്റെ സഹോദരിയുടെ മകനാണ് അനൂപ്. പ്രതി അനൂപിനെ ഇന്ന് പുലർച്ചെ 3 മണിയോടെ കഞ്ഞിക്കുഴി പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. സിറ്റി വിഷൻ, ഇടുക്കി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെയായി കടന്നുപോകുന്ന ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് തകർന്നിട്ട് നാളേറെയായിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. ചെമ്പകപ്പാറയിൽ നിന്നും തോപ്രാംകുടി, പടമുഖം, മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് 5 വർഷമായി തകർന്നു കിടന്നിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാത്തതിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. രാജ്യസഭാ എംപിയായിരുന്ന PJ കുര്യന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇടുക്കി എംപിയായിരുന്ന അഡ്വക്കേറ്റ് PT തോമസിന്റെ ശ്രമഫലമായി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അനുവദിച്ച ഫണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന അഡ്വക്കേറ്റ് AB തോമസ്, സെലിൻ എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന തങ്കച്ചൻ കാരക്കാവയലിന്റെ മെയിന്റനൻസ് ഗ്രാന്റ്, പ്ലാൻ ഫണ്ട് എന്നിവയും ഉപയോഗിച്ചാണ് ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2020 വരെ കൃത്യമായി മെയിന്റനൻസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ടുവന്ന റോഡാണ് ഇപ്പോൾ 5 വർഷമായി തകർന്ന് യാത്ര ദുഷ്കരമായ അവസ്ഥയിലുള്ളത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോസ്മി ജോർജ് പഞ്ചായത്ത് പൊതുഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ അനുവദിച്ച് റോഡിന്റെ കുറേ ഭാഗം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗമാണ് ഇനി പണി പൂർത്തീകരിക്കാനുള്ളത്. ഈ ഭാഗം ചെങ്കുത്തായ കയറ്റവും ഇറക്കവുമായതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ ഏറെ പ്രയാസവുമാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ റോഡ് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത് ചെമ്പകപ്പാറയിൽ നിന്നും കള്ളിപ്പാറ. ഈ റോഡിൻ്റെ ഒരു 500ഓളം മീറ്റർ ഭാഗം കഴിഞ്ഞ 5 വർഷമായിട്ട് പൊളിഞ്ഞ് തകർന്ന് വാഹനങ്ങൾ ഓടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ വേനൽ കടത്തതോടെ ഈ പ്രദേശങ്ങളിലുള്ളവർ വാഹനങ്ങളിലാണ് കുടിവെള്ളം എത്തിക്കുന്നത്. റോഡ് തകർന്നതിനാൽ വാഹനം എത്താത്തതിനാൽ കുടിവെള്ളത്തിനും ഈ പ്രദേശവാസികൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ചെമ്പകപ്പാറയിൽ നിന്നും തോപ്രാംകുടി, പടമുഖം, മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയായതിനാൽ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ ജനങ്ങളുടെ ഈ ദുരവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി 3 സംഘം പിടിയിൽ. ഉടുമ്പന്നൂർ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ ഫൈസൽ ജബ്ബാർ, ചിലവ പാലക്കാട്ടെ വീട്ടിൽ അജിലിന്റെ സഹോദരൻ അഖിൽ എന്നിവരെയാണ് തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ സ്ക്വാഡും കരിമണ്ണൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കരിമണ്ണൂർ ചിലവ ഭാഗത്ത് വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന സിപ്ലോക്ക് കവർ ഉൾപ്പെടെ 20 ഗ്രാം MDMA-യുമായി കണ്ടെത്തി. തുടർന്ന് തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് രാജ് എന്നിവരും കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സയ്യിദ് മുഹമ്മദ്, ബേബി ജോസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻസാർ അലിയാർ, സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബുദ്ദീൻ എന്നിവരടങ്ങിയ പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. സിറ്റി വിഷൻ, തൊടുപുഴ. ഇടവേള.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മംഗളാദേവി ചിത്ര പൗർണമിക്ക് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനമൊരുക്കുമെന്ന് അധികൃതർ. മെയ് 1 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിലെത്തുന്ന ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനം നടത്തുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട, തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് എന്നിവർ അറിയിച്ചു. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി ഏർപ്പെടുത്തുന്ന സജ്ജീകരണങ്ങൾ വിലയിരുത്തിയിരുന്നതിനായി ചേർന്ന ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഭക്തജനങ്ങൾക്ക് മെയ് 1 പുലർച്ചെ 6 മുതൽ പ്രവേശനം അനുവദിക്കും. അതിനു മുൻപേ പൂജാരിമാരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും. ഉച്ചയ്ക്ക് 2:30 ശേഷം ആരെയും പ്രവേശിപ്പിക്കില്ല. മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കുന്ന പാസുള്ള വാഹനങ്ങൾ മാത്രമേ കയറ്റിവിടുകയുള്ളൂ. വാഹനങ്ങൾ ഭക്തരെ ഇറക്കി തിരിച്ചു പോകണം. യാതൊരു കാരണവശാലും ക്ഷേത്ര പരിസരത്ത് പാർക്കിംഗ് അനുവദിക്കില്ല. ട്രാക്ടറുകൾക്ക് അനുമതി നൽകില്ല. ഇരു സംസ്ഥാനങ്ങളിലെയും ഭക്തർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ചൂട് വളരെ കൂടുതലായതിനാൽ ബാരിക്കേഡിന് മുകളിലായി പന്തൽ സ്ഥാപിക്കും. ഭക്തർക്ക് കുടിവെള്ളം ലഭ്യമാക്കും. കൂടാതെ ടോയ്ലറ്റ്, ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. വൈദ്യസഹായത്തിനായി മെഡിക്കൽ ടീമിന്റെ സേവനവും ലഭ്യമാക്കും. അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ ക്ഷേത്ര പരിസരത്തും കൊക്കരക്കുളത്തും സജ്ജമാക്കും. വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയ്ക്ക് മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹൃദ ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. டிபார்ட்மெண்ட் ஆஃபீஷியல்ஸ் கிட்டே நம்ம நடத்திருக்கோம். அதில் இருக்கிறது சில சஜஷன்ஸ் எல்லார்கிட்ட நம்ம வாங்கிட்டு அதில் என்னென்ன பண்ண முடியும், சில டூஸ் அண்ட் டோன்ஸ் இருக்குது. அந்த சமயத்தில் யார் யாருக்கு அலோவ் பண்ணலாம், யாரை அலோவ் பண்ண வேண்டாம். இந்த ஒரு நாள் ஃபெஸ்டிவல் இருக்கிறதுனால நிறைய அரேஞ்ச்மெண்ட்ஸ் பண்ண வேண்டி இருக்குது. ஆல்ரெடி நமக்கு ഇലക്ഷൻ ടൈമിൽ MCC പോയിട്ടിരിക്കെ. കുമളി ബാംബു ഗ്രോവ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, വനം വകുപ്പ് അഡീഷണൽ ഫീൽഡ് ഡയറക്ടർ R ലക്ഷ്മി, തേനി DFO കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. SNDP യോഗം രാജക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞത്തിന് തുടക്കമായി. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ധർമ്മ വിചാരയജ്ഞം 19 സമാപിക്കും. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞത്തിന് തുടക്കമായി. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ധർമ്മ വിചാരയജ്ഞം 19 സമാപിക്കും. ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞത്തിന് തുടക്കം കുറിച്ച യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ധർമ്മ പതാക ഉയർത്തി. തുടർന്ന് ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന യജ്ഞദീപത്തിന്റെ പ്രതിഷ്ഠാപനം നടത്തി. ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു. അഹിംസാ സത്യമസ്തുതേയ തഥാ ആർയവിചാരക മധ്യസ്യ വർജനം ചെയ്യുക പഞ്ചധർമ്മ സമാധവ. ഇതാണ് ആദ്യത്തെ ഉപദേശം. 5 ധർമ്മം എന്താണ്? അഹിംസ, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. പരമാവധി നമ്മൾ സഹജീവികളോട്
കാരുണ്യത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നാം ജീവിക്കുമ്പോഴാണ് നാം മനുഷ്യ സമൂഹത്തിനായി തീരുന്നത്. മനുഷ്യത്വമാണ് നമ്മളുടെ മനുഷ്യന്റെ സ്വഭാവമാവേണ്ടത്, ഗുണമായി മാറേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശിവസ്വരൂപാനന്ദ സ്വാമികൾ യജ്ഞ സന്ദേശം നൽകി. പ്രബോധ തീർത്ഥ സ്വാമികൾ യജ്ഞമാഹാത്മ്യ പ്രഭാഷണം നടത്തി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ, സെക്രട്ടറി KS ലതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ശ്രീ വാസുദേവാഷ്ടകം എന്ന വിഷയത്തിൽ സ്വാമിനി നിത്യചിന്മയി പഠന ക്ലാസ് നയിച്ചു. ഗുരുപൂജയ്ക്കും പ്രസാദവൂട്ടിനും ശേഷം മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നാളെ രാവിലെ 6-ന് മഹാഗണപതി ഹോമം, ശാന്തിഹവനം, ശാരദാർച്ചന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, 9-ന് ആത്മീയ പ്രഭാഷണം, 10-ന് കുടുംബജീവിതവും ദേവയജ്ഞവും എന്ന വിഷയത്തിൽ സനാതനധർമ്മ പ്രഭാഷകൻ OS സതീഷ് നയിക്കുന്ന പഠന ക്ലാസ്, 11:45-ന് ഗുരുദേവനും സംഘടനയും എന്ന വിഷയത്തിൽ യോഗം കൗൺസിലർ PT മന്മഥൻ പ്രഭാഷണം നടത്തും. 1:30-ന് ഗുരുപൂജ, പ്രസാദവൂട്ട്, 2-ന് സിത്താനി ഭജൻ, 4-ന് ഗുരുദേവ ആരാധനയും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. NRCT ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം നടത്തി. വാർഷികത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര, ഭജൻ, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. NRCT 1390 നമ്പർ SNDP ശാഖയുടെ കീഴിലുള്ള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ 26ാമത് പ്രതിഷ്ഠാ വാർഷികം നടത്തി. ക്ഷേത്രം മേൽശാന്തി M പുരുഷോത്തമൻ ശാന്തികൾ, ക്ഷേത്രം ശാന്തി ഷിബു ശാന്തികൾ എന്നിവർ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനമായ 16-ന് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും, വൈകിട്ട് 6-ന് പുതുകിൽ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും കാവടി, ചെണ്ടമേളം, പാണ്ടിമേളം, രഥം എന്നിവയുടെ അകമ്പടിയോടെ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടത്തി. ഘോഷയാത്ര സമാപിച്ചതിനെ തുടർന്ന് രാജകുമാരി പത്മരാഗ തിരുവാതിര ഗ്രൂപ്പിന്റെ തിരുവാതിരക്കളിയും കോതമംഗലം ശ്രീനന്ദനം ഭജൻ ഗ്രൂപ്പ് അവതരിപ്പിച്ച ഭക്തിഗാന സുധയും നടന്നു. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് G അജയൻ, സെക്രട്ടറി KS ലതീഷ് കുമാർ, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, NRCT ശാഖാ പ്രസിഡന്റ് KP ജെയിൻ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുഴയിൽ, സെക്രട്ടറി സുനിൽകുമാർ പാമനച്ചാലിൽ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 18-ന് തുടക്കമാകും. 3 ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി TS സജി ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജ ചടങ്ങുകൾ നടക്കുക. ഐഷ്ടൈശ്വര്യ പദായിനിയും ആദിപരാശക്തിയുമായ ശ്രീ ദുർഗാദേവിയും സർവേശ്വരനായ പരമശിവനും മറ്റ് ഉപദേവതകളും കുടികൊള്ളുന്ന ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ് ഏപ്രിൽ 18, 19, 20 തീയതികളിലായി ആഘോഷിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ വരുന്ന ഏപ്രിൽ 18, 19, 20 തീയതികളിലായിട്ട് ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ്. ഇതിലെ വിശേഷ ചടങ്ങുകളായിട്ട് ദേവിക്ക് പൂമൂടൽ, അപ്പം മൂടൽ, പൊങ്കാല, താലപ്പൊലി ഘോഷയാത്ര, തിരുവാതിരകളി, കൈകൊട്ടിക്കളി എന്നീ കലാപരിപാടികളോടുകൂടി 20-ാം തീയതി സമാപിക്കുന്നതാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ദേവിക്ക് പൂമൂടൽ, ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ, കാർത്തിക പൊങ്കാല, അഷ്ടനാഗപൂജ, മഹാദേവന് 101 കുടം പാലഭിഷേകം, താലപ്പൊലി ഘോഷയാത്ര, പ്രസാദമൂട്ട് തുടങ്ങിയ പ്രധാന ക്ഷേത്രാചാര ചടങ്ങുകളും പ്രാദേശിക കലാപരിപാടികൾക്കൊപ്പം ഇരട്ടയാർ നോർത്ത് ശ്രീദുർഗ കലാസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരയും ഇരട്ടയാർ നോർത്ത് ത്രിനേത്രയും കൊച്ചു കാമാക്ഷി കൃഷ്ണഗാഥയും ചേർന്ന് അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും, ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയും സിജു കൊച്ചിൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി TS സജി ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജാ ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം പ്രസിഡന്റ് AS രാജേഷ്, വൈസ് പ്രസിഡന്റ് TG പ്രഭാകരൻ, സെക്രട്ടറി രാജൻ ദാമോദരൻ, VG പുരുഷോത്തമൻ, രാജേഷ് തെക്കേ പൊയ്കയിൽ,
TS ഗോപാലകൃഷ്ണൻ, അശ്വിൻ രാജേഷ്, മനു KK, ശോഭന പ്രഭാകരൻ, രമണി കുഞ്ഞുമോൻ, ആശാ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി മഞ്ഞപ്പാറ ക്രിസ്തുരാജ പള്ളിയിൽ തിരുനാൾ 20-ന് സമാപിക്കും. ഹൈറേഞ്ചിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രവും ആദ്യകാല ദൈവാലയവുമായ നെടുങ്കണ്ടം മഞ്ഞപ്പാറ ക്രിസ്തുരാജ പള്ളിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സമാപിക്കും. സുവർണ ജൂബിലി തിരുനാൾ ഏറ്റവും ഭക്തി നിർഭരവും വർണ്ണാഭവുമായി ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 1975 ഡിസംബർ 25-ന് ക്രിസ്മസ് ദിനത്തിലാണ് മഞ്ഞപ്പാറയിൽ ഫാദർ ഇമ്മാനുവൽ ആര്യപ്പള്ളി ആദ്യത്തെ കുർബാന അർപ്പിച്ചത്. കുടിയേറ്റ ഗ്രാമമായ മഞ്ഞപ്പാറയിലെ വിശ്വാസികളുടെ നിരന്തരമായ അപേക്ഷ മാനിച്ച് കോതമംഗലം രൂപതയുടെ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിലാണ് ഇടവകയായി പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത്. പിന്നീട് അങ്ങോട്ടുള്ളത് വിജയകരമായ ഒരു ജൈത്രയാത്രയായിരുന്നു. കാലാകാലങ്ങളിൽ വന്ന വൈദികരുടെ നേതൃത്വത്തിൽ ജാതിമതവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ക്രിസ്തു രാജ്യത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ച മാത്രമല്ല, ഒരു നാടിന്റെ തന്നെ സർവോത്മകമായ വികസനത്തിന് വൻ കുതിപ്പാണ് നൽകിയത്. നെടുങ്കണ്ടം ചിന്നാർ റോഡ്, മഞ്ഞപ്പാറ ക്രിസ്തുരാജ് UP സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, വൈദ്യുതി, ടെലിഫോൺ, ഒട്ടനവധി ഗ്രാമീണ റോഡുകൾ, മിൽമ സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നൂതനമായ കൃഷിരീതികൾ നടപ്പിലാക്കിയതും ജൈവഗ്രാമമാക്കി ഉയർത്തിയതും ഏവർക്കും മാതൃകയാകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. 18-ന് വൈകിട്ട് 4-ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പൊന്തിഫിക്കൽ കുർബാനയർപ്പിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ഞപ്പാറ ഇടവക എൻ്റെ സുവർണ ജൂബിലിയുടെ ദിവ്യപ്രഭയിൽ അഭിമാനത്തോടെ നിലകൊള്ളുകയാണ്. ഈ ജൂബിലി ആഘോഷങ്ങൾ ഏപ്രിൽ 10 മുതൽ 20 വരെ ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ ജൂബിലി ആഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂബിലിയുടെ സമാപന ദിനങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ നടത്തുന്നതിനാണ് ഇടവകങ്ങൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുക. വെള്ളി, ശനി, ഞായർ, തിങ്കൾ പ്രധാന തിരുനാൾ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ അഭിവന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും അഭിവന്യ പിതാക്കന്മാർ അർപ്പിക്കുന്ന ദിവ്യബലിയും 51 സ്വർണ്ണക്കുരിശുകളുടെ അകമ്പടിയോടുകൂടിയുള്ള പ്രദക്ഷിണവും ജൂബിലി സമാപന സമ്മേളനവും ഈ വരും ദിവസങ്ങളിലാണ്. നിങ്ങൾ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ജൂബിലി തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു. മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. MM മണി MLA സ്മരണിക പ്രകാശനം ചെയ്യും. 7:30-ന് മജീഷ്യൻ സാമ്രാട്ടിന്റെ മാജിക് ഷോ ഉണ്ടായിരിക്കും. 19-ന് വൈകിട്ട് 3:30-ന് ആഘോഷമായ പാട്ടുകുർബാന ഫാദർ ഷാജി തുമ്പേച്ചിറയിലിന്റെ കാർമ്മികത്വത്തിൽ നടക്കും. ഫാദർ ഹെൻസൺ തെള്ളിയാങ്കൽ സന്ദേശം നൽകും. തുടർന്ന് 51 സ്വർണ്ണക്കുരിശുകളുടെ അകമ്പടിയോടെ 14 കൂട്ടി കപ്പേളയിലേക്ക് പ്രദക്ഷിണം. രാത്രി 8-ന് വർണ്ണമഴയും ഫ്യൂഷൻ ഷോയും നടക്കും. 20-ന് വൈകിട്ട് 4-ന് ഫാദർ പ്രിൻസ് പരത്തലനാലിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാന ഫാദർ ജീൻസ് കാരക്കാട്ട് സന്ദേശം നൽകും. 7:30-ന് പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേള എന്നീ പരിപാടികൾ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് തെങ്ങന്തോട്ടത്തിൽ, കൈക്കാരന്മാരായ സാജു വടക്കേടത്ത്, കുഞ്ഞുമോൻ ചൂരനോലിക്കൽ, റോയി പന്തപ്പാട്ട്, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജോസ് തെക്കേൽ, സിജോ നടക്കൽ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ, വെള്ളി ഗ്രാമിന് 275 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രീൻഫീൽഡ് ഹൈവേ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടതായി സൂചന.
കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ മൈക്കിൾ സിറ്റിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെയായി കടന്നുപോകുന്ന ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് തകർന്നിട്ട് നാളേറെയായിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMA-യുമായി 3 സംഘം പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.